ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടന്ന വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അമ്മയെയോ അല്ലാതെ എന്നെയോ കാണിക്കാൻ വേണ്ടിയല്ല മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ടുപേര് അവർ കാണിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കൂട്ടായിട്ടും ഒരു സഹായത്തിനായിട്ടുമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് തന്നെ വർഷങ്ങൾ ഒരുപാടായി. അപ്പോൾ ഇവിടുത്തെ മാറ്റങ്ങളും ഇതൊക്കെ കണ്ടിട്ട് അമ്മ അമ്പരം നിൽക്കുകയാണ്. കാരണം അമ്മ ജോലി കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെയായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് അമ്മയ്ക്ക് എന്താണ് എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടത്തെ ഹോസ്പിറ്റലൊന്നും വരത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെയ്യാറ്റിൻകര ആ ഭാഗത്ത് മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ അവർ OP ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ലേറ്റായിട്ടാണ് ഞങ്ങൾക്ക് കാണിക്കാനൊക്കെ സാധിച്ചത്. കാരണം ഇവർക്ക് ഓൺലൈൻ വഴി ഇവർക്ക് നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് താമസിച്ചു കാണിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ. കാരുണ്യയിൽ ചെന്ന് ഞങ്ങൾ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചിരുന്നു. അവിടെ ഇല്ലാത്ത ഗുളികകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമല്ലോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാമെന്നൊക്കെ കരുതിയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പുറത്തിറങ്ങിയ സമയത്താണ് ഇവർ ഇന്നലത്തെ കാര്യം ഞങ്ങളോട് പറയാനിടയായത്. ഇന്നലെ രാത്രിയാണ് ഇവരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തു കഴിഞ്ഞ് അവർക്ക് പെട്ടെന്ന് വന്ന് OP ടിക്കറ്റ് എടുക്കാമല്ലോ എന്ന് കരുതി ഇവർ വേറെ ഞങ്ങളൊരു റൂം പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, തൊട്ടടുത്ത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ എളുപ്പത്തിന് വേണ്ടി ഒരു റൂം അവർ നോക്കി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിലോട്ട് താഴേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് വലത് സൈഡിൽ കാണുന്നതാണ് SK റൂംസ് റെൻ്റ് എന്നാണ് അത് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇവർ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രിയായപ്പോൾ ആണുങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും കതവിൽ വന്ന് ഇവരെ മുട്ടലായിരുന്നു. 2 സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് ഇവിടെ കെട്ടിടം പണിത് വെച്ചിരിക്കുന്നത് തന്നെ. ഒരു സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ വരുന്നത് മെഡിക്കൽ കോളേജിൽ. അറിയാമല്ലോ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് മിക്കവരും. അപ്പോൾ അവരൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടി അവർ വന്ന് നിൽക്കുന്ന ഒരു റൂം അവർ എന്തോ ആയിക്കോട്ടെ, ഒരു സേഫ്റ്റിയെങ്കിലും കൊടുക്കണ്ടേ. ഒന്നുമില്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ എത്ര പണക്കാരോ ആരോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ ഒരു സേഫ്റ്റിയും ഇല്ലാതെയാണ് ഇവർ റൂം കൊടുക്കുന്നത്. ഈ റൂമുകളുടെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ അകത്ത് നടക്കുന്ന എല്ലാം കാണാൻ പറ്റും. ഞാൻ അവിടെ വെളിയിലിറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ വന്ന് പറഞ്ഞു ഇവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു മുട്ടലും ഇടിയും, അവർ ഭയങ്കരമായിട്ട് പേടിച്ചു. ഒരു പോള കണ്ണടച്ചില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഇവർ കിടക്കുന്ന ഭാഗത്തേക്ക് നല്ല പോലെ അത് കാണാൻ പറ്റും. ആ ജനൽ വെച്ചിട്ടുള്ളത് കൃത്യമായിട്ടല്ല അത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ നിന്നും ഈ ഡോറാണെങ്കിൽ കൂടെ ഒരു രീതിക്കും അതൊരു സേഫ്റ്റി അല്ല. എങ്ങനെയാണ് ഇവരിവിടെ കിടന്നത് എന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല. അവർ ഉറക്കം ഉളച്ചിരുന്നു എന്നാണ് അവർ പറയാനിടയായത്. തൊട്ടടുത്ത് കാണുന്നത് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വന്നതാണോ അല്ലെങ്കിൽ ഇവർ ഈ റൂം കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണോ ഇവരെ മറ്റു ആണുങ്ങളെ കയറ്റി വിട്ടത് എന്നറിയാൻ പറ്റുന്നില്ല. കാരണം ഇവർ രാത്രി തന്നെ ഓണറിനെ വിളിച്ചപ്പോൾ ഓണർ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവർ പേടിച്ചിട്ട് കതക് ഒന്ന് ആഞ്ഞ് ചവിട്ടിയാൽ തന്നെ അത് തുറന്നു പോകുന്നൊരു കതവാണ്. ഞാൻ അവർക്ക് വഴക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ വേറൊരു റൂം പറഞ്ഞിട്ട് പോലും ഇവർ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഒരു റൂം എടുത്തു. എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്കുണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ കീ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും രജിസ്റ്ററിൽ ആദ്യം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ ചെയ്യാൻ വേണ്ടി പേര് നോക്കിയപ്പോൾ ആ രജിസ്റ്ററിലാണെങ്കിൽ പേരും എഴുതിയിട്ടില്ല. ഇന്നലെ അവരുടെ നിന്ന് ആധാർ കാർഡ് വാങ്ങിച്ചു, അപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ഈ വന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന വേറൊരാളാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ നോക്കിയിട്ട് അതിൽ പേരേ ഇല്ല. നോക്കി വന്നപ്പോൾ ഒരു സാധാരണ ഏതോ ഒരു പേപ്പറിൽ പേരും അഡ്രസ്സും ആധാർ നമ്പറും എഴുതി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് പോലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പോലും അവർ വന്നതിനായിട്ടുള്ള ഒരു റെക്കോർഡ് പോലും ആ ബുക്കിൽ എഴുതിയിട്ടില്ല. എന്താണ് ഇവിടുത്തെ ഒരു സേഫ്റ്റി എന്ന രീതിക്ക് ഒരു പിടിയുമില്ല. തൊട്ടടുത്തുള്ള കടയിൽ ഇവർ ചെന്ന് പേടിച്ചിട്ട് രാവിലെ തന്നെ ഇവർ ചെന്ന് പറയാനിടയായി.
അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന രീതിക്കാണ് അവരും സംസാരിക്കുന്നത്. അതിഭയങ്കരമായിട്ട് കതവിൽ വന്ന് ഇടിച്ചിട്ട് കതക് തുറക്കെന്നാണ് അവരടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരങ്ങോട്ട് തിരിച്ച് ചോദിച്ചു, നിങ്ങൾ ആരെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കതക് തുറന്നാലേ മനസ്സിലാവൂ ഞങ്ങൾ ആരാണെന്ന്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ഈ ഡോറൊന്ന് തുറപ്പിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. രോഗാവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി കാണും. അവർ രണ്ടുപേരും 2 സ്ത്രീകളാണ്. അപ്പോൾ അവർ പേടിച്ചിട്ട് ഡോറ് ഇറുക്കി പിടിച്ചുകൊണ്ടാണ് അവർ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇവരിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് അവർക്കൊന്ന് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമമല്ലേ തോന്നുന്നത്. ഈ പറയുന്ന SK റൂമിൽ ഇതിനു മുൻപ് ആർക്കെങ്കിലും ഇതുപോലെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ തുറന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ദയവായിട്ട് ആരും അങ്ങോട്ടേക്ക് പോകരുത്. ഒരു സേഫ്റ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ദയവായിട്ട് സ്ത്രീകൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് SK റൂമിൽ ചെന്ന് നിങ്ങൾ ഒരിക്കലും പോയി ചെന്ന് അവിടെ റൂം എടുക്കരുത്. ആ രാത്രി തന്നെ അവരുടെ ആ റൂം അവർ ചവിട്ടി തുറന്നിരുന്നെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരോട് ഞങ്ങൾക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എന്തെങ്കിലും നടന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് വലിയ കാര്യമുണ്ടോ? മെഡിക്കൽ കോളേജിൽ വരുന്നവരിൽ പകുതി പേരും അല്ലെങ്കിൽ പകുതിയിലധികം പേരും ഭയങ്കര ഹൈ ലെവൽ പാർട്ടികളോ അല്ലെങ്കിൽ ഹൈ ലെവൽ ടീംസുകളോ ഒന്നുമല്ല, സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ ദൂരദേശത്തു നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാർ കാണും, ദൂരസ്ഥലങ്ങളിലുള്ളവർ. അപ്പോൾ അവരൊന്ന് വന്ന് അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ടാണ് ഇതുപോലെ റൂമുകൾ എടുക്കുന്നത് തന്നെ. അവർക്ക് ഇന്ന് തന്നെ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ തമ്മാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് അവരെ കോട്ടയം ബസ് കയറ്റി ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു. അവർ ട്രെയിനിൽ പോകുന്നില്ല, അപ്പോൾ ബസ്സിൽ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബസ്സിലാണ് ഞങ്ങൾ അവരെ കയറ്റി വിട്ടത്. തിരിച്ച് ഞങ്ങളും ബസ് കയറി എത്തി. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും റൂമുകളിൽ ഏത് ഹോട്ടലിൽ പോയാലും നിങ്ങളതെല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. താങ്ക് യു.